വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കായിക അധ്യാപകർ കോട്ടയത്തെ DD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ശമ്പള തുല്യത നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട കായിക അധ്യാപകർ 2017 മുതൽ സമരം നടത്തി വരികയാണ്. കഴിഞ്ഞ ജൂൺ 10 മുതൽ സംസ്ഥാനത്തെ കായിക അധ്യാപകർ നടത്തുന്ന ചട്ടപ്പടി സമരത്തിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും നടത്തിയത്. കായിക അധ്യാപക സംരക്ഷണ ഉത്തരവുകൾ പുനഃസ്ഥാപിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമാക്കുക, KER കായികാധ്യാപക തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയവും കാലോചിതവുമായി പരിഷ്കരിക്കുക, UP തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ 1:300 പരിഷ്കരിക്കുക, പുതുക്കിയ ടൈം ടേബിൾ അനുസരിച്ചുള്ള മുഴുവൻ പീരീഡുകളും HS തസ്തിക നിർണയത്തിന് പരിഗണിക്കുക, HSS VHSC കായികാധ്യാപക തസ്തിക അനുവദിച്ച് കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുക, കായികാധ്യാപക തസ്തിക യോഗ്യത NCTE നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കായികാധ്യാപകരെ ജനറൽ അധ്യാപകരായി പരിഗണിക്കണമെന്നും HSS ഏകീകരണത്തിൽ കായികാധ്യാപകർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും, ഹെൽത്തി കിഡ്സ് കായികാധ്യാപക സേവനം ഉറപ്പാക്കുക, കായികാധ്യാപക പ്രൊമോഷൻ യാഥാർത്ഥ്യമാക്കുക, കായിക താരങ്ങളുടെ ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. തിരുനക്കരയിൽ നിന്നും പ്രകടനമായി എത്തിയ അധ്യാപകർ DD ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. സമരസമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസിറ്റ് ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തില് ഡിഗ്രിയും PGയും ഡോക്ടറേറ്റുമുള്ള നിരവധി കായിക അധ്യാപകർ കേരളത്തിലുണ്ട്. അവർ ഹൈസ്കൂളിൽ ആയി കയറിയോ UP ആയി കയറിയോ അവിടെ തന്നെ അവർ പെൻഷൻ പറ്റി പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ ഏതെങ്കിലും പൊതുമേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയോ സർക്കാർ മേഖലയിലോ ജോലിക്ക് കയറിയിട്ട് അതേപടി പെൻഷൻ പറ്റി പോകേണ്ട ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ? അത് കായിക അധ്യാപകർ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും 111/2017 എന്നുള്ള ഓർഡർ ഇറക്കിക്കൊണ്ട് എല്ലാ കായിക അധ്യാപകരെയും നിർബന്ധമായിട്ടും എല്ലാ സ്കൂളിലും നിർബന്ധമായിട്ടും വെച്ചുകൊണ്ട് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. എല്ലാ സ്കൂളുകളെ എണ്ണം അനുസരിച്ചല്ലാതെ എല്ലാ സ്കൂളിലും കായികക്കാരെ നിർബന്ധമായി കൊടുക്കുക. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം അനുവദിക്കുക എന്നാണ് നിർബന്ധമായിട്ടും എനിക്ക് പറയാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് മാത്യു തൈക്കടവിൽ, സെക്രട്ടറി ബിജു ദിവാകരൻ, കോർഡിനേറ്റർ എബി ചാക്കോ, സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചട്ടപ്രകാരം അർപ്പിതമായ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് കുട്ടികളുടെ പഠന പരിശീലന അവസരങ്ങൾ നിഷേധിക്കാതെ മാതൃകാപരമായാണ് കായികാധ്യാപകർ സമരം തുടങ്ങിയതെന്നും ഇവർ പറഞ്ഞു. 5 മുതൽ 10 വരെ ക്ലാസുകൾക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസ പാഠപുസ്തകവും പരീക്ഷകളും നിലവിലുണ്ടെങ്കിലും ഈ വിഷയം പഠിപ്പിക്കാൻ ആവശ്യമായ അധ്യാപകരെ നിയമിച്ചിട്ടില്ല. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 40 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾക്ക് ആകെയുള്ളത് 2034 കായികാധ്യാപകർ മാത്രമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.